ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ട്. ഫില്ലിങ് നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ് ഇല്ലേ, ആ ഫില്ലിങ് തന്നെയാണ്. ഇനി നമുക്ക് മൈദ പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി പത്തിരി ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, അതുപോലെ അങ്ങനെ നീട്ടി പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പത്തിരി പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് മൈദപ്പൊടി ആക്കി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അവസാനം ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ കഴിയും. അതാണ് ഇങ്ങനെ ഒരു പത്തിരി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫില്ലിങ് വെച്ചിട്ട് വേറൊരു പത്തിരി വെച്ച് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനോട് പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാം അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് പൊരിച്ചെടുത്തതിന് ശേഷം ഒരു
കോഴിമുട്ട എടുക്കുക. എന്നിട്ട് അതിൽ പഞ്ചസാര ഇട്ട് നല്ലോണം പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഈ പൊരിച്ച് വെച്ച ഇറച്ചിപ്പത്തിരി ഇല്ല അതിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. വേഗം തന്നെ എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മധുരം പുറത്ത് മധുരം ഉള്ളിൽ എരിവായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേഗം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അതാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ നോമ്പുറുക്കാൻ പോവാണ്. നോമ്പുറുക്കുമ്പോൾ പഴം നിറച്ചതും ഇറച്ചിപ്പത്തിരി ആയിരുന്നു കേട്ടോ പലഹാരമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.